നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. എടമുട്ടത്ത് യുവാവ് വെട്ടേറ്റു മരിച്ചു. ചന്ദ്രാപിന്നി ഹലുവ തെരുവ് സ്വദേശി ചങ്ങരംകുളം വീട്ടിൽ 53 വയസ്സുള്ള ഹരിദാസ് നായരാണ് മരിച്ചത്. തൃശൂർ പൂരം വച്ച് രാഷ്ട്രീയം കളിക്കരുതെന്ന് കെ മുരളീധരൻ MP. എക്സിബിഷൻ തറവാടകയുടെ പേരിൽ പൂരം മുടക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അടങ്ങിയിരിക്കില്ലെന്നും മുരളീധരൻ. സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടെ 265 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. കോവിഡ് ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. വാർത്തകൾ വിശദമായി. എടമുട്ടത്ത് യുവാവ് വെട്ടേറ്റു മരിച്ചു. ചന്ദ്രാപിന്നി ഹലുവ തെരുവ് സ്വദേശി ചങ്ങരംകുളം വീട്ടിൽ 53 വയസ്സുള്ള ഹരിദാസ് നായരാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് കഴിമ്പ്രം മണിയത്ത് ക്ഷേത്രത്തിന് സമീപം എടച്ചാൽ സുരേഷിന്റെ വീട്ടിൽ ഹരിദാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി നോക്കിയപ്പോഴാണ് വീട്ടുവരാന്തയിൽ കസേരയിൽ ഹരിദാസിനെ മരിച്ച നിലയിൽ കണ്ടത്. കഴുത്തിൽ വെട്ടേറ്റ നിലയിലായിരുന്നു. മദ്യപാനത്തിനിടയിലുള്ള തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന് കരുതുന്നു. പാലക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാളം വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. തൃശൂർ പൂരം വച്ച് രാഷ്ട്രീയം കളിക്കരുതെന്ന് കെ മുരളീധരൻ MP. എക്സിബിഷൻ തറവാടകയുടെ പേരിൽ പൂരം മുടക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അടങ്ങിയിരിക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് TN പ്രതാപൻ MPയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷന് മുൻപിൽ കോൺഗ്രസ് നടത്തുന്ന രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. മറ്റന്നാളത്തോടെ ഈ സദസ്സൊക്കെ തീരുമ്പോൾ ചില ആളുകൾ ഇറങ്ങി വരും. അടുത്ത തവണ കുപ്പായം തയ്ച്ചിട്ടുള്ള ചില സ്ഥാനാർത്ഥികൾ വരും. അവർ വന്ന് ഇവിടെ ഞങ്ങളായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു, അങ്ങനെ 10 വോട്ട് കിട്ടാനാണെങ്കിൽ തൃശൂർ പൂരം വെച്ച് കളിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. രാഷ്ട്രീയം അതിന്റെ വഴിക്ക് വിടുക, പൂരത്തിന് അതിന്റെ വഴിക്ക് വിടുക, വിശ്വാസത്തിന് അതിന്റെ വഴിക്ക് വിടുക. സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടെ 265 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. കോവിഡ് ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. നിലവിൽ 2606 ആക്റ്റീവ് കേസുകൾ. രാജ്യത്താകെ 24 മണിക്കൂറിനിടെ 328 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 2997 രാജ്യത്തെ ആക്റ്റീവ് കേസുകൾ. സംസ്ഥാനത്ത് ഇന്നലെ 300 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. ആക്റ്റീവ് കേസുകൾ 2341 ആയിരുന്നു. 3 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു. യൂത്ത് കോൺഗ്രസ് KSU സംസ്ഥാന കമ്മിറ്റികൾ നടത്തിയ മാർച്ചിലുണ്ടായ പോലീസ് അതിക്രമത്തിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ച പോലീസ് നടപടിയിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാളയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ നമ്മൾ കണ്ടു, സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുമ്പ് നമ്മൾ സെക്രട്ടേറിയറ്റ് മുമ്പിൽ കണ്ടു. എന്താണ് കണ്ടത്? ഇന്നേ വരെ കേരളം ഇതേവരെ കാണാത്ത വിധത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ദൃശ്യമാധ്യമത്തിലും അത് നേരിക്കണ്ട പത്രപ്രതിനിധികളും കുറിച്ചിട്ടുണ്ട്. എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? പോലീസ് ജനാധിപത്യ രീതിയിൽ, മാതൃകാപരമായ രീതിയിൽ പ്രകോപനങ്ങളില്ലാതെ സമരം നടത്തുന്ന പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസുകാരെ ഓടിച്ചിട്ട് തല്ലുകയാണ് ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിഷാബ് കുര്യാപ്പള്ളി, അരുൺ രാജ്, AA മുസാമിൽ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അഭി പ്രസാദ്, മഹേഷ് ആലുങ്ങൽ, AA ജസീൽ, രാഹുൽ മേത്തല, നിഖിൽ മാർട്ടിൻ, നേതാക്കളായ മിഥുൻ ജോസ്, യദു കൃഷ്ണൻ, ജോബി വള്ളിവട്ടം, രാഹുൽ വിജയൻ, ആണ്ടൽ ആന്റണി, നിധിൻ മുരളീധരൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. 2014 ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ പെൻഷൻ സംരക്ഷണ ഉറപ്പിന്റെ 10 വർഷം തികഞ്ഞ ഡിസംബർ 22 KSRTE മാള യൂണിറ്റ് പെൻഷൻ സംരക്ഷണ ദിനമായി ആചരിച്ചു. CITU മാള ഏരിയ പ്രസിഡന്റ് CS രഘു ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൗൺസിൽ അംഗം EG ബിജു അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി KR പ്രമോദ്, പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റി അംഗം CK തിലകൻ, പ്രമോദ് രാധാകൃഷ്ണൻ, PA രവി എന്നിവർ സംസാരിച്ചു. പൊയ്യ വടക്കേ പൂപ്പത്തി ALP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, PTA അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. എടമുട്ടത്ത് യുവാവ് വെട്ടേറ്റു മരിച്ചു. ചന്ദ്രാപിന്നി ഹലുവ തെരുവ് സ്വദേശി ചങ്ങരംകുളം വീട്ടിൽ 53 വയസ്സുള്ള ഹരിദാസ് നായരാണ് മരിച്ചത്. തൃശൂർ പൂരം വച്ച് രാഷ്ട്രീയം കളിക്കരുതെന്ന് കെ മുരളീധരൻ MP. എക്സിബിഷൻ തറവാടകയുടെ പേരിൽ പൂരം മുടക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അടങ്ങിയിരിക്കില്ലെന്നും മുരളീധരൻ. സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടെ 265 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. കോവിഡ് ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.